എൻ്റെ പേര് എമാൻഡ സാബു. ഞാൻ വരുന്നത് വെള്ളരിക്കുണ്ട് ഇടവേക്കിൽ നിന്നാണ്. കള്ളാർ ആശ്രമത്തിലെ കാരുണ്യയുടെ പോലെയാണ് കുട്ടികളുടെ ഫലമായി എൻ്റെ കണ്ണിന് കാഴ്ച തിരികെ ലഭിച്ചു. നാലാം ക്ലാസ്സിൽ നിന്നാണ് എന്നോട് പറഞ്ഞത് കണ്ണിന് കാഴ്ച കുറവുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം കാര്യമായിട്ട് മൈൻഡൊന്നും ആക്കിയില്ല. പക്ഷെ ഒരു 10ാം ക്ലാസ് എത്തിയപ്പോൾ എനിക്ക് ബോർഡ് ഒട്ടും കാണാൻ പറ്റില്ലെന്നായി. പിന്നെ +1 +2 എത്തിയോടുകൂടി എനിക്ക് അങ്ങനെ കാണാൻ ഈ ദൂരേന്ന് ബോർഡ് ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ +2 ഞാൻ കണ്ണാടി വാങ്ങിക്കഴിഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഡോക്ടർ പറഞ്ഞു 6 മാസം കഴിഞ്ഞ് ചെക്ക് ചെയ്യണമെന്ന്. ഞാൻ ചെക്ക് ചെയ്യാൻ പോയിരുന്നില്ല. ഞാൻ പിന്നെ ഡിഗ്രിയിലേക്ക് കയറി. ഞാൻ എറണാകുളത്ത് കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. അവിടെ ഇങ്ങനെ ബോർഡിൽ എഴുതുന്ന സമയത്ത് ഞാൻ കണ്ണാടി യൂസ് ചെയ്തു. ആ സമയത്ത് നമുക്ക് ഞാൻ പഠിക്കുന്ന കോഴ്സ് ഡാറ്റാ സയൻസ് കമ്പ്യൂട്ടർ പരമായിട്ട് കോഴ്സാണത്. അപ്പോൾ ലാപ്പിനായിട്ടും ഫോണിലായിട്ടും കൂടുതലായിട്ട് എനിക്ക് ഇങ്ങനെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ കാഴ്ച വീണ്ടും കുറയുന്നതായിട്ടും എനിക്ക് ബസ്സിൽ ബോർഡ് പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ എനിക്ക് പോകേണ്ട ബസ് ഏതാണെന്ന് അറിയാത്ത അടുത്തിരുന്ന ആളോട് ഞാൻ ചോദിച്ചത് ഏതാ ബസ്. എനിക്ക് അതേപോലെ കാഴ്ചയില്ലെന്നായി വന്നു. എനിക്ക് എഴുതുന്നത് കാണാൻ പറ്റാതായിട്ട് വന്നു. അങ്ങനെ ലാസ്റ്റ് അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മയെ കണ്ണാടിയുടെ പവർ എൻ്റെ കണ്ണിന് കാഴ്ച കുറയുന്നുണ്ട്, കണ്ണാടി മാറ്റണം, കണ്ണാടി ഫ്രെയിം മാറ്റണം എന്നൊക്കെ പറഞ്ഞു. അമ്മ പറഞ്ഞില്ല, മാറ്റുന്നില്ല, അത് തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനൊരു അനുഭവത്തിന് വേണ്ടിയിട്ടായിരുന്നു ദൈവം ആ ഒരു കാര്യത്തെ നീക്കി വെച്ചത്. അവസാനം ഞാൻ ഈ ധ്യാനത്തിന് വന്ന സമയത്ത് ആരാധനയ്ക്ക് വേണ്ടി ഞാൻ ചങ്ക് ഞാൻ ഇന്നേ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ആരാധനയ്ക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടില്ല. തുടക്കം തൊട്ട് അവസാനം വരെ എൻ്റെ മനസ്സ് തുറന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചതിന് ഫലം ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചത് മിസ്റ്റർ ഫൗസ്റ്റീന പറയുന്ന പോലെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ എൻ്റെ കണ്ണിന് കാഴ്ച കിട്ടണമെന്ന് എൻ്റെ കണ്ണിൻ്റെ ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. ലാസ്റ്റ് ആരാധന കഴിഞ്ഞിട്ട് ബ്രദർ പറഞ്ഞു കണ്ണിന് ചൊറിച്ചിലുള്ളതും കണ്ണിന് വെള്ളം വരുന്നതുമായിട്ടുള്ള രോഗികളെ സുഖപ്പെടുത്തി ദൈവം കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു സംശയം. അപ്പൊ എനിക്ക് നല്ലപോലെ ഞാൻ ഫോൺ ഉപയോഗിക്കുന്നതിലൂടെയും അതിന്റെ ഫലമായിട്ടും കണ്ണിന് കാഴ്ചയും കൊണ്ടും കണ്ണിൽ ഇവിടെ വന്ന് 3-4 സ്ഥലം നല്ല ചൊറിച്ചിലും ഉണ്ട്. എനിക്ക് കണ്ണ് അസ്വസ്ഥയും വരാൻ തുടങ്ങി. അപ്പൊ എനിക്കൊരു സംശയം, ഞാനാണോ? കാരണം ഞാനാണ് എനിക്കൊരു സംശയം വരുന്നത്. ഇവരെ കണ്ണിൽ നിന്ന് സ്ഥിരമായിട്ട് വെള്ളം വരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഒരു ചേച്ചി മാത്രമേ കൈവൊക്കെയുള്ളൂ. പക്ഷെ ആ ചേച്ചി കണ്ണിന് ചൊറിച്ചിലേ ഉള്ളൂ എന്ന് മാത്രമേ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സംശയം, ഈ ബ്രദർ പറയുന്ന എല്ലാ സിംറ്റംസും എനിക്കുണ്ട്. അപ്പോൾ എനിക്കൊരു സംശയം, ഞാനാണോ ദൈവമേ? അപ്പോൾ ഞാൻ ശരിക്കും കൈ പൊക്കിയത് ഞാനല്ല. പെട്ടെന്ന് അറിയാൻ ഞാൻ കൈ പൊക്കി. ഞാൻ ബ്രദർ പറഞ്ഞു സാക്ഷ്യം 2-3 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്നാൽ ഞാൻ ഒന്ന് നോക്കിയിട്ട് പറയാമെന്ന് വെച്ചാൽ ഞാൻ ദൈവത്തെ സംശയിച്ചു. അപ്പോൾ ഞാൻ ബ്രദർ ക്ലാസ് എടുത്ത സമയത്ത് എൻ്റെ എനിക്കിപ്പോൾ ഇത്ര ദൂരെയുള്ള എഴുത്താണെങ്കിൽ എനിക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് നോക്കി. ഞാൻ ഇച്ചിരി എൻ്റെ അപ്പുറത്തുണ്ടായിരുന്ന കസേരയിൽ ഒരു ലീഫ്ലെറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വായിച്ചു നോക്കി. എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം ഒരു മുഴുപ്പുള്ളതാണെങ്കിൽ കൂടി എനിക്ക് വായിക്കാൻ പറ്റുന്നത് എൻ്റെ കണ്ണുകൾക്ക് ഇപ്പം അത് വായിക്കാൻ പറ്റുന്നു. ആ സമയത്ത് എൻ്റെ കണ്ണുനീര് ശരിക്കും ഞാൻ എൻ്റെ കണ്ണിന് കാഴ്ച കിട്ടണം എന്നുള്ള പ്രാർത്ഥന ഇന്നേ വരെ ദൈവത്തെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. വർഷിപ്പിന് പോലും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ചോദിക്കാതെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എനിക്ക് ദൈവം മനസ്സല്ലെങ്കിൽ എനിക്ക് വേണ്ടിയുള്ള അനുഗ്രഹങ്ങൾ ദൈവം തരാവുന്നത്. അമ്മ ഇവിടെ ധ്യാനത്തിന് കൂടി ഉണ്ടായിരുന്നു കഴിഞ്ഞ മഴക്കാലത്ത്. അപ്പൊ അമ്മ ഇങ്ങനെ സ്വർഗത്തിനും നരകത്തിനും കാര്യമൊക്കെ പറഞ്ഞു വരുമ്പോൾ ഞാൻ എന്ത് സ്വർഗം തെറ്റൊക്കെ ചെയ്യുമ്പോൾ സ്വർഗം നരകം അതൊക്കെ ഉള്ളതാണോ എന്നൊക്കെ ശരിക്കും വിചാരിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇന്നേ വരെ ഒരു ധ്യാനത്തിനും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഇത്രയ്ക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല. സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും നമ്മൾ തെറ്റായ നരകത്തിൽ പോകുന്നു മാത്രമേ എനിക്ക് അറിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഏറ്റവും എന്നെ കൊള്ളുന്നത് വെച്ചാൽ ഭ്രൂണഹത്യയുടെ എനിക്ക് ശരിക്കും ഭ്രൂണഹത്യ എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. ഭ്രൂണം വെച്ചാൽ കുഞ്ഞുങ്ങളെ വയറ്റിൽ നികത്തി കളഞ്ഞു. പക്ഷെ ഭ്രൂണഹത്യയുടെ ശരിക്കുമുള്ള വീഡിയോകളും കാര്യങ്ങളും എങ്ങനെയാണ് നടക്കുന്നതൊക്കെ കണ്ടപ്പോൾ എൻ്റെ ചങ്ക് ശരിക്കും തകർന്നു. ഒരു കുഞ്ഞുങ്ങളെ കിട്ടാത്ത ഒരു കുഞ്ഞിനെ കിട്ടാൻ വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന അനേകം പേരുണ്ട്. അവര് അത്രയും പ്രാർത്ഥിക്കുന്നവർ. നമ്മൾ ഇന്നത്തെ നമ്മുടെ മനുഷ്യന് ഭ്രൂണഹത്യ ആ കുഞ്ഞിനെ ഇഞ്ചിഞ്ചായിട്ട് ഭ്രൂണഹത്യയില് ആ കുഞ്ഞിന്റെ ചെറിയൊരു പാർട്ട് ഇഞ്ചിഞ്ചായിട്ട് ആ കുഞ്ഞ് ലോകത്ത് ജീവിച്ചിട്ട് പോലും ഇല്ല. എന്നിട്ടും ആ കുഞ്ഞിനെ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ കുഞ്ഞിനെ ആ പിഞ്ചു കുഞ്ഞിനെ നമ്മൾ കൊന്നു കളയുന്നു. ബൈബിളിന്റെ പ്രാധാന്യം നമ്മൾ ജീവിക്കുന്നത് ബൈബിളിൽ നോക്കിയിട്ടാണ്. അല്ലാതെ നമുക്ക് മറ്റുള്ളവർ പറഞ്ഞു തരുന്നോ മറ്റുള്ളവർ ഇങ്ങനെ നടക്കും ഞാൻ അതേപോലെ നടക്കണമെന്നോ അതേപോലെ നടക്കണം അങ്ങനെയല്ല. നമ്മുടെ ബൈബിൾ പറഞ്ഞു തന്നു അതേപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതം. കേൾക്കുന്ന കുറെ നിരീക്ഷണവാദികളുണ്ട്. പക്ഷെ സത്യത്തിൽ ഞാൻ പറയുന്നത് ശങ്ക തട്ടിയാ ഞാൻ പറയുന്നത്. ദൈവത്തെ വിശ്വസിക്കണം. ബൈബിൾ പറഞ്ഞിരിക്കുന്നത് തന്നെ നടക്കും. അന്ത്യവിധി വരും. ശിക്കുക നരകമില്ല സ്വർഗമില്ല എന്ന മനുഷ്യർ പറയുന്നത്. പക്ഷേ ഉണ്ട്, സ്വർഗമുണ്ട്. ഞാൻ ഒരു 19 വയസ്സായി. ഈ വരുന്ന ഡിസംബർ എനിക്ക് 19 വയസ്സാണ്. ഒരു 18 വയസ്സിൽ ഞാൻ നിൽക്കും. ഒരു 18 വയസ്സായ ഒരു കുട്ടി നിങ്ങളോട് ഇങ്ങനെ എടുത്ത് പറയണമെങ്കിൽ അത്രമാത്രം ഹൃദയത്തിൽ കൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ആ ധ്യാനം വളരെ നല്ലതായിരുന്നു.
വളരെ കാരുണ്യാനുഭവത്തിന് ഈ ധ്യാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ലൈഫിൽ ഒരു വട്ടമെങ്കിലും ഈ കൂടി മനസ്സരിച്ച് ദൈവത്തിലേക്ക് വേണം.